ഹായ്, വെൽക്കം ബാക്ക് ടു ഹെൽത്തി റെസിപ്പീസ്. ഇന്ന് നമ്മൾ ബോട്ടി വരട്ടിയതാണ് ഉണ്ടാക്കുന്നത്. തട്ടുകടയിലൊക്കെ കിട്ടുന്ന പോലെ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കുരുമുളകൊക്കെ ഇട്ട് നാടൻ രീതിയിൽ നമ്മൾ ബോട്ടി വരട്ടിയെടുക്കുകയാണ്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കുമെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. ഇതിനായി ആദ്യം നമുക്ക് ഈ ബോട്ടി ഒന്ന് വൃത്തിയാക്കിയെടുക്കണം. ഇത് വാങ്ങിക്കുമ്പോൾ തന്നെ ക്ലീനാക്കി കഷ്ണങ്ങളാക്കിയാണ് തന്നത്. പിന്നെ ഞാനൊരു 4-5 പ്രാവശ്യം പച്ചവെള്ളത്തിൽ കഴുകി ഇപ്പോൾ അതാ മഞ്ഞൾ വെള്ളത്തിലൊന്ന് തിളപ്പിച്ച് ഊറ്റിയെടുത്തിട്ടുണ്ട്. നമ്മൾ പച്ചവെള്ളത്തിൽ എത്ര കഴുകിയാലും പോവാത്ത ആ സ്മെല്ലുണ്ടല്ലോ, അത് പോവാൻ ഇങ്ങനെ മഞ്ഞൾ വെള്ളത്തിലൊന്ന് തിളപ്പിച്ച് ഊറ്റിയെടുത്താൽ നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 250 ഗ്രാം ചുവന്നുള്ളി ഒന്ന് ചതച്ച് വെക്കണം. ചുവന്നുള്ളിയാണ് നമ്മുടെ ബോട്ടി കറിക്ക് ടേസ്റ്റ് കൊടുക്കുന്നത്. ചുവന്നുള്ളി ഇല്ലെങ്കിൽ മാത്രം സവാള ചേർത്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം, 1 ടേബിൾ സ്പൂൺ മതി. പിന്നെ 2-3 പച്ചമുളക് വേണം, നടു കീറി വെച്ചാൽ മതി. ഇനി നമുക്ക് ഒരു കുക്കർ എടുത്തിട്ട് ഈ ബോട്ടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ മഞ്ഞൾ വെള്ളത്തിലൊന്ന് തിളപ്പിച്ച് ഊറ്റിയെടുത്ത ബോട്ടിയാണിത്. ഇനി ഇതിലേക്ക് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ പച്ചമുളകും നമ്മൾ ചതച്ച് വെച്ച ചുവന്നുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ഇങ്ങനെ ചതച്ച് ചേർത്താൽ ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടും. അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചതച്ച് ചേർത്തത്. ഇപ്പോൾ നമ്മൾ എണ്ണയൊന്നും ചേർക്കുന്നില്ല. ഇത് വെന്തതിന് ശേഷമാണ് നമ്മൾ എണ്ണയിലിട്ട് വരട്ടുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവ് കുറവാണെങ്കിൽ പിന്നീട് ചേർത്താൽ മതി. ഇപ്പോൾ തൽക്കാലം നമുക്ക് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് നല്ല ജീരകം പൊടിയാണ്. ഇത് നമ്മുടെ ബോട്ടി കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും തരും. പിന്നെ ആ ഒരു സ്മെല്ല് പോകാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല ജീരകം പൊടി ചേർക്കുന്നത്. അതുകൂടാതെ നമ്മൾ പെരുംജീരകം പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇതാ പെരുംജീരകം പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി വേണ്ടത് ഗരം മസാലപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ഞാൻ ചേർത്തത്. ഇനി മസാലപ്പൊടികളുടെ അളവിലൊക്കെ സംശയം തോന്നുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എല്ലാം ഇടുന്നുണ്ട്. ഇനി ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒന്ന് കീറി ഇട്ട് കൊടുത്താണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് ചേർത്തിട്ട് പിന്നെ വെന്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർക്കാമല്ലോ. അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നല്ലോണം ഈ മസാലയും ഈ ഉള്ളിയും എല്ലാം കൂടി ഒന്ന് യോജിച്ച് കിട്ടണം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിലാണ് വേവിക്കുന്നത്, അതുകൊണ്ട് തന്നെ അധികം വെള്ളമൊന്നും ഒഴിക്കണ്ട. ഞാനിപ്പോൾ 1/2 ഗ്ലാസ് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഒരു 6 വിസിൽ വരെ വേവിക്കാം. അത് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതാ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്, പക്ഷേ കുറച്ച് വെള്ളം അധികമുണ്ട്. അപ്പോൾ നമുക്കിത് വറ്റിച്ചെടുക്കണം. അങ്ങനെ ഇതൊന്ന് വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പരന്ന കടായിയോ ഉരുളിയോ എടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത് അതിലേക്ക് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റാതെയാണ് ചേർത്തത്, അതുകൊണ്ടാണ് ഇപ്പോൾ വെളിച്ചെണ്ണയിലൊന്ന് ഉള്ളി മൂപ്പിക്കുന്നത്. കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഈ ഉള്ളി ഒന്ന് ചുവന്ന് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ആ ബോട്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒരുപാട് അങ്ങോട്ട് ചുവക്കണ്ട, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ നമുക്ക് ബോട്ടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ കിടന്നിട്ടാണ് നമ്മൾ ബോട്ടി വരണ്ട് കിട്ടേണ്ടത്. ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഡ്രൈ ആയി കിട്ടണം. ഇനി ഇത് അടച്ചു വെക്കുകയൊന്നും വേണ്ട, തുറന്ന് കിടന്നോട്ടെ. അടിയിൽ പിടിക്കാതിരിക്കാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നന്നായിട്ട് വറ്റി മസാലയൊക്കെ കഷ്ണങ്ങളിൽ പിടിച്ചിരിക്കുന്ന രീതിയിൽ വേണം നമുക്കിത് വാങ്ങി വെക്കാൻ. അപ്പോൾ അതുവരെ നമ്മളിത് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ നമ്മളിത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് കുറവാണ്, എരിവ് കുറവാണ് എന്നൊക്കെ തോന്നാം. പക്ഷേ വറ്റി വരുമ്പോൾ പാകത്തിനായിക്കോളും. അതുകൊണ്ട് ഗ്രേവി കുറുകി വന്നതിന് ശേഷം മാത്രം ഉപ്പും കുരുമുളക് പൊടിയും ആവശ്യമാണെങ്കിൽ ചേർക്കാം. മുളക് പൊടി നമ്മളിതിൽ ചേർക്കുന്നില്ല കേട്ടോ. ചുവന്നുള്ളിയും കുരുമുളക് പൊടിയും നല്ല ജീരകം പൊടിയും ഒക്കെ ചേർന്ന് നല്ല ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ബോട്ടിക്കറിക്ക്. ഇനി നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ എരിവ് കുറവാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ചൂട് പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും കൂടെയൊക്കെ ഈ ബോട്ടി വരട്ടിയതും കൂടി ഉണ്ടെങ്കിൽ നല്ല സൂപ്പർ കോമ്പിനേഷൻ ആയിരിക്കും അല്ലേ. കപ്പയുടെയും പുട്ടിൻ്റെയും കൂടെയൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരും ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ തിളച്ച് കുറുകി വറ്റി റെഡിയായി വന്നോളും. നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണമെന്നേ ഉള്ളൂ. ഇപ്പോൾ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇതാ കണ്ടില്ലേ, ഗ്രേവി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ചൂടാറുമ്പോൾ ഒന്നുകൂടി ഒന്ന് കുറുകും. അപ്പോൾ നമുക്ക് ഇത്രയും മതി. നമ്മുടെ ബോട്ടി വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം
നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ എപ്പോഴും വാങ്ങി കഴിക്കുന്നതിനേക്കാളും വീട്ടിലൊന്ന് ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ അല്ലേ. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ.